അത്യാധുനികമായ ടെലിസ്കോപ്പുകളുടെ സഹായത്തോടെ ആയിരക്കണക്കിന് എക്സോ പ്ലാനറ്റുകളെ ഇന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓരോ ഗ്രഹങ്ങൾക്കും അവയുടേതായ അതുല്യമായ സവിശേഷതകൾ ഉണ്ടായിരിക്കും. ആ സവിശേഷതകൾക്ക് പിന്നിലെ കാരണങ്ങൾ പലപ്പോഴും നമുക്ക് വ്യക്തമായിട്ട് വിവരിക്കാൻ പോലും കഴിയാറില്ല. അതുകൊണ്ട് തന്നെ എക്സോ പ്ലാനറ്റുകൾ എന്നും നമുക്ക് വളരെ വിശിഷ്ടവുമാണ്, അതേസമയം നിഗൂഢവുമാണ്. ജീവൻ നിലനിർത്താൻ ആവശ്യമായ സാഹചര്യങ്ങളുള്ള ഗ്രഹങ്ങളെയാണ് ജ്യോതിശാസ്ത്രജ്ഞർ പ്രധാനമായും കണ്ടെത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ കണ്ടെത്തുന്നതിൽ ഭൂരിപക്ഷം എക്സോ പ്ലാനറ്റ്സും തീവ്രമായ അവസ്ഥകളുള്ള ലോകങ്ങളാണ്. ഒരേ സമയം തന്നെ ഒന്നിലധികം നക്ഷത്രങ്ങളെ വലമിക്കുന്ന ഗ്രഹങ്ങൾ, എപ്പോഴും ഘോരമായ അഗ്നിപർവ്വത വിസ്ഫോടനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങൾ, ബഹിരാകാശത്തിന്റെ ഭയാനകമായ ഇരുട്ടിൽ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയ ഗ്രഹങ്ങൾ, ഉപരിതലം പോലും ഉരുകിപ്പോകുന്ന റേഡിയേഷനിൽ മുങ്ങി നിൽക്കുന്ന ഗ്രഹങ്ങൾ, അങ്ങനെ അങ്ങേയറ്റം തീവ്രമായ അവസ്ഥകളുള്ള പല ലോകങ്ങളും നമ്മുടെ സൗരയൂഥത്തിന് പുറത്ത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അത്തരം ലോകങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. 2700 പ്രകാശവർഷങ്ങൾക്കകലെയുള്ള ഒരു നക്ഷത്ര വ്യൂഹമാണ് കെപ്ലർ 413. 2009 ഈ നക്ഷത്രത്തിന്റെ മുന്നിലൂടെ അജ്ഞാതമായ ഒരു വസ്തു കടന്നുപോയ വളരെ ചുരുങ്ങിയ സമയത്തേക്ക് ആ നക്ഷത്രത്തിന്റെ പ്രകാശം ചെറിയ രീതിയിൽ മങ്ങി. അത് കണ്ടപ്പോൾ ആ നക്ഷത്രത്തിന് ചുറ്റും ഒരു ഗ്രഹം വലം വയ്ക്കുന്നുണ്ടെന്ന് ശാസ്ത്രജ്ഞർക്ക് മനസ്സിലായി. കെപ്ലർ 413b എന്നാണ് ഈ ഗ്രഹത്തിന് നൽകിയിരിക്കുന്ന പേര്. ഇങ്ങനെ എക്സോ പ്ലാനറ്റുകളെ കണ്ടെത്തുന്ന രീതിയെ ട്രാൻസിറ്റ് മെത്തേഡ് എന്നാണ് പറയുന്നത്. ട്രാൻസിറ്റ് മെത്തേഡിലൂടെ ധാരാളം എക്സോ പ്ലാനറ്റുകളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ട്രാൻസിറ്റ് മെത്തേഡിന്റെ ഒരു പ്രത്യേകത എന്നത് ഇതിലൂടെ എക്സോ പ്ലാനറ്റിന്റെ പല സവിശേഷതകളും മനസ്സിലാക്കാൻ സാധിക്കും. കെപ്ലർ 413b ഒരു വാതക ഭീമൻ ഗ്രഹമാണ്. അതിന് നമ്മുടെ ഭൂമിയുടെ 25 മടങ്ങ് മാസം, ജൂപ്പിറ്ററിന്റെ ഏകദേശം 40% വലിപ്പവുമുണ്ട്. തുടർച്ചയായിട്ട് ഇതിനെ നിരീക്ഷിച്ചപ്പോൾ ഏതാണ്ട് 66 ദിവസങ്ങൾ കൊണ്ടാണ് ഇതൊരു തവണ നക്ഷത്രത്തിന് ചുറ്റും വലം വയ്ക്കുന്നതെന്ന് മനസ്സിലായി. പക്ഷേ 180 ദിവസങ്ങൾക്ക് ശേഷം, അതായത് 3 തവണ വലം വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ഗ്രഹത്തിനെ കാണാൻ പറ്റിയില്ല. നിന്ന നിൽപ്പിൽ പെട്ടെന്ന് അപ്രത്യക്ഷമായതുപോലെ ഇതിന്റെ ഒരു അടയാളം പോലും പിന്നെ ഇല്ല. ഇത്ര പെട്ടെന്ന് ആ എക്സോ പ്ലാനറ്റിന് എന്ത് സംഭവിച്ചു എന്നത് ആസ്ട്രോണമേഴ്സിനൊക്കെ വലിയൊരു അതിശയമായിട്ട് തോന്നി. ഒരുപക്ഷെ ഗ്രഹം എന്ന രീതിയിൽ നമ്മൾ കണ്ടത് നക്ഷത്രത്തിലുണ്ടായ ഒരു ഡാർക്ക് സ്പോട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് നക്ഷത്രത്തിന് സമീപമുള്ള ഒരു വലിയ പുകപടലമായിരിക്കും. ഇങ്ങനെ ഈ നിഗൂഢ പ്രതിഭാസത്തിനെ വിവരിക്കാൻ ചില സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സാധ്യതകളെല്ലാം തന്നെ തെറ്റായിരുന്നു. കാരണം ഏകദേശം 2 വർഷങ്ങൾക്ക് ശേഷം അപ്രത്യക്ഷമായ ഗ്രഹം പെട്ടെന്നൊരു ദിവസം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. പിന്നെ 5 തവണ നക്ഷത്രത്തിന് മുന്നിലൂടെ കടന്നുപോയി. എന്നിട്ട് പണ്ടത്തെ പോലെ വീണ്ടും അപ്രത്യക്ഷമായി. ഈ പ്രതിഭാസം ശാസ്ത്രജ്ഞരെ എല്ലാം ആകെ ആശയക്കുഴപ്പത്തിലാക്കി. എന്നാൽ തുടർന്നുള്ള നിരീക്ഷണങ്ങളിലൂടെ ഇതിന് പിന്നിലെ രഹസ്യം എന്താണെന്ന് കണ്ടെത്തി. കെപ്ലർ 413bയുടെ ഭ്രമണപഥം തികച്ചും അസാധാരണമായിരുന്നു. അതിന്റെ കാരണം യഥാർത്ഥത്തിൽ ഇത് വലം വയ്ക്കുന്നത് ഒരു നക്ഷത്രത്തിനെയല്ല. കെപ്ലർ 413 ശരിക്കും ഒരു ബൈനറി സ്റ്റാർ സിസ്റ്റം ആയിരുന്നു. ഒരു നക്ഷത്രം ഓറഞ്ച് ഡ്വാർഫും മറ്റേത് റെഡ് ഡ്വാർഫുമാണ്. ഈ 2 നക്ഷത്രങ്ങളും വളരെ അടുത്താണ് നിലനിൽക്കുന്നത്. അവ തമ്മിൽ വെറും 134 ലക്ഷം കിലോമീറ്റേഴ്സ് ദൂരം മാത്രമേയുള്ളൂ. വെറും 10 ദിവസങ്ങൾ കൊണ്ടാണ് ഈ നക്ഷത്രങ്ങൾ തമ്മിൽ ഒരു തവണ പരസ്പരം വലം വയ്ക്കുന്നത്. ഈ ബൈനറി സ്റ്റാർസിന്റെ ബാരി സെന്ററിൽ നിന്നും ഏകദേശം 5 കോടി കിലോമീറ്ററുകൾക്കകലെ കൂടെയാണ് കെപ്ലർ 413b ഈ നക്ഷത്രങ്ങളെ വലം വയ്ക്കുന്നത്. 2 നക്ഷത്രങ്ങളുടെയും ഗ്രാവിറ്റി കാരണം ഈ ഗ്രഹത്തിന്റെ ഭ്രമണപഥം നിരന്തരമായി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനന്തരഫലമായിട്ട് ഇതിന്റെ ഓർബിറ്റൽ പ്ലെയിൻ, അതായത് നക്ഷത്രങ്ങൾക്ക് ചുറ്റും വലം വയ്ക്കുന്ന സമതലം, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കാഴ്ചയുടെ മുകളിലേക്കും താഴേക്കും പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് അപ്രത്യക്ഷമാകുന്നത്. ഓർബിറ്റൽ പ്ലെയിൻ മാത്രമല്ല, ഇത് സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്ന ആക്സിസിന്റെ ചരിവും വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കും. ചില അവസരങ്ങളിൽ 30 ഡിഗ്രിയോളം വരെ മാറിയേക്കാമെന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ ഭ്രമണപഥത്തിലും ചരിവിലും വരുന്ന ഈ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ ഗ്രഹത്തിന്റെ കാലാവസ്ഥയെ കാര്യമായിട്ട് തന്നെ ബാധിക്കും. എന്തെന്നാൽ ഒരിക്കൽ നക്ഷത്രങ്ങളിൽ നിന്നും പ്രകാശം വന്ന് പതിക്കുന്നത് ഇക്വേറ്റർ ഭാഗത്തിലാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അത് ധ്രുവ പ്രദേശങ്ങളിലായിരിക്കും പതിക്കുന്നത്. അത് കാരണം ഗ്രഹത്തിന്റെ ഉപരിതല താപനിലയിൽ വളരെ വേഗം വലിയ രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു പ്രക്രിയ ഈ ഗ്രഹത്തിൽ അതിഗംഭീരമായ ചുഴലിക്കാറ്റുകളും കൊടുങ്കാറ്റുകളും സൃഷ്ടിക്കും. ഈ ചുഴലിക്കാറ്റുകൾക്ക് ജൂപ്പിറ്ററിലെ ഗ്രേറ്റ് റെഡ് സ്പോട്ടിനേക്കാൾ പല മടങ്ങ് വലിപ്പമുണ്ടായിരിക്കും. ഇവിടെ അത്യധികം വേഗത്തിലായിരിക്കും കാറ്റ് വീശുന്നത്.
നമ്മുടെ ജൂപ്പിറ്ററിൽ 1400 km/h വേഗത്തിൽ വരെ കാറ്റ് വീശാറുണ്ട്. കെപ്ലർ 413bയിൽ തീർച്ചയായും അതിനേക്കാൾ ഒരുപാട് വേഗത്തിലായിരിക്കും കാറ്റ് വീശുന്നത്. അതിവേഗത്തിൽ വീശുന്ന ബൃഹത്തായ ചുഴലിക്കാറ്റുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ അതിന്റെ ആഘാതത്തിൽ അന്തരീക്ഷ വാതകങ്ങൾ ഉയർന്നു പൊങ്ങുകയും അത് ബഹിരാകാശത്തിൽ വരെ എത്തുകയും ചെയ്യും. പക്ഷേ ഗ്രഹത്തിന്റെ ഗ്രാവിറ്റി കാരണം അതുടൻ തന്നെ തിരിച്ച് ഗ്രഹത്തിലോട്ട് വീഴും. ഇതിനൊക്കെ പുറമെ ഇത് നക്ഷത്രങ്ങളുടെ വളരെ അടുത്തായതിനാൽ ഇതിന്റെ ഉപരിതല താപനില 1000 ഡിഗ്രി സെൽഷ്യസിനും മുകളിലായിരിക്കും. ഈ സവിശേഷതകളും പ്രതിഭാസങ്ങളും ഒക്കെ കാരണം ഇത് ശരിക്കും ഒരു നരകതുല്യമായ ലോകം തന്നെയാണ്. ഭൂമിയിൽ നിന്നും 217 പ്രകാശവർഷങ്ങൾക്കകലെയുള്ള ഒരു നക്ഷത്രവ്യൂഹമാണ് HD 80606. ഇത് നമ്മുടെ സൂര്യന് സമാനമായ വലിപ്പവും മാസുമൊക്കെയുള്ള ഒരു നക്ഷത്രമാണ്. സൂര്യനെ പോലെ ഇതും ഒരു യെല്ലോ ഡ്വാർഫ് നക്ഷത്രം തന്നെ. ഇതിനു ചുറ്റും വലം വയ്ക്കുന്ന ഒരു ഗ്രഹത്തിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഗ്രഹത്തിനേക്കാൾ തീവ്രമാണ് ഈ ഗ്രഹത്തിന്റെ അവസ്ഥകൾ. HD 80606b എന്നാണ് ഇതിന് നൽകിയിരിക്കുന്ന പേര്. ഇത് അതിവേഗം നക്ഷത്രത്തിന് സമീപത്ത് വരികയും പെട്ടെന്ന് തന്നെ അകന്നു പോവുകയും ചെയ്യും. ഇതും ഒരു വാതക ഭീമൻ ഗ്രഹമാണ്. ഏകദേശം ജൂപ്പിറ്ററിന്റെ വലിപ്പമേ ഇതിനുള്ളൂ. പക്ഷേ ജൂപ്പിറ്ററിന്റെ 4 മടങ്ങിൽ കൂടുതൽ മാസ് ഉണ്ട്. വളരെയധികം എലിപ്റ്റിക്കലായിട്ടുള്ള ഓർബിറ്റാണ് ഇതിൻ്റേത്. നക്ഷത്രത്തിന്റെ ഏറ്റവും അകലെയായിരിക്കുന്ന സമയത്തിൽ ഗ്രഹത്തിനും നക്ഷത്രത്തിനും ഇടയിൽ ഏകദേശം 13 കോടി കിലോമീറ്റേഴ്സ് ദൂരമുണ്ടായിരിക്കും. അതായത് ഏതാണ്ട് സൂര്യനിൽ നിന്നും ഭൂമി വരെയുള്ള ദൂരം. എങ്കിലും അകലെയായിരിക്കുന്ന സമയത്തിൽ ഭൂമി സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്നതിന്റെ വെറും 30% വേഗത്തിലാണ് ഈ ഗ്രഹം സഞ്ചരിക്കുന്നത്. ഇത്രയും ദൂരത്തിലായിരിക്കുമ്പോൾ സൂര്യനിൽ നിന്നും ഭൂമിക്ക് ലഭിക്കുന്നതിന്റെ അത്ര ചൂട് മാത്രമേ ഇതിനും അതിന്റെ നക്ഷത്രത്തിൽ നിന്നും ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഉപരിതല താപനിലയും കുറവായിരിക്കും. എന്നാൽ ഇത് നക്ഷത്രത്തിന് സമീപത്തെത്തുമ്പോൾ കാര്യങ്ങളെല്ലാം ആകെ മാറി മറിയും. 111 ദിവസങ്ങൾ കൊണ്ടാണ് ഇത് നക്ഷത്രത്തിനെ ഒരു തവണ വലം വയ്ക്കുന്നത്. ഏറ്റവും സമീപത്തിലായിരിക്കുമ്പോൾ ഇത് നക്ഷത്രത്തിൽ നിന്നും വെറും 46 ലക്ഷം കിലോമീറ്റേഴ്സ് ദൂരത്തിലായിരിക്കും. അകലെ നിൽക്കുമ്പോൾ ലഭിക്കുന്നതിന്റെ ഏകദേശം 800 മടങ്ങോളം ഊർജ്ജമാണ് അടുത്തെത്തുമ്പോൾ ഗ്രഹത്തിന് ലഭിക്കുന്നത്. അതുമാത്രമല്ല, സമീപത്തെത്തുമ്പോൾ ഇതിന്റെ സഞ്ചാര വേഗത 5 മടങ്ങോളം കൂടും. അപ്പോൾ ഉപരിതല താപനില ഏതാനും ചില മണിക്കൂറുകൾ കൊണ്ടായിരിക്കും 1000കണക്കിന് ഡിഗ്രി സെൽഷ്യസോളം ഉയരുന്നത്. ഇതിന്റെ ഉപരിതല താപനില നക്ഷത്രത്തിനെ നോക്കി നിൽക്കുന്ന വശത്തിൽ ഒരുപക്ഷെ 2000 ഡിഗ്രി സെൽഷ്യസോളം വരെ ഉയരുമെന്നാണ് കരുതുന്നത്. താപനിലയിൽ വരുന്ന ഇത്രയും പെട്ടെന്നുള്ള വ്യതിയാനം അതിഘോരമായ ചുഴലിക്കാറ്റുകൾ സൃഷ്ടിക്കും. ഈ കാറ്റിന് 15,000 km/h മുതൽ 20,000 km/h വേഗത വരെ കൈവരിക്കാനാകും. താരതമ്യേന പറഞ്ഞാൽ സൗരയൂഥത്തിൽ ഏറ്റവും വേഗത്തിൽ കാറ്റ് വീശുന്നത് നെപ്റ്റ്യൂണിലാണ്. പക്ഷേ നെപ്റ്റ്യൂണിന്റെ കാറ്റിന് പരമാവധി വെറും 2600 km/h വേഗതയേയുള്ളൂ. വൻതോതിൽ നക്ഷത്രത്തിൽ നിന്നും ഊർജം ലഭിക്കുന്നതിനാൽ ഈ വാതക ഭീമന്റെ അന്തരീക്ഷം വളരെ വേഗം വികസിക്കും. അങ്ങനെ വികസിക്കുന്ന വേഗത കാരണം ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ വളരെ ശക്തമായ ഷോക്ക് വേവ് പോലും ഉണ്ടാകും. ആ ഷോക്ക് വേവിന്റെ ശക്തിയിൽ അന്തരീക്ഷത്തിൽ നിന്നും വാതകങ്ങൾ ബഹിരാകാശത്തിലേക്ക് പുറന്തള്ളപ്പെടും. ചുരുക്കി പറഞ്ഞാൽ ഈ ലോകത്തിന്റെ അവസ്ഥ ശരിക്കും തീവ്രമാണ്. പക്ഷെ അടുത്ത ഗ്രഹത്തിന്റെ അവസ്ഥ ഇതിനേക്കാൾ ഉഗ്രമാണ്. ഭൂമിയിൽ നിന്നും 670 പ്രകാശവർഷങ്ങൾക്കകലെ കെൽറ്റ് 9 എന്നൊരു നക്ഷത്ര വ്യൂഹമുണ്ട്. ഇതിലെ നക്ഷത്രം ഒരു ബി ടൈപ്പ് നക്ഷത്രമാണ്. യെല്ലോ ഡ്വാർഫുകളേക്കാൾ വലിപ്പവും മാസും കൂടിയ നക്ഷത്രങ്ങളാണ് ബി ടൈപ്പ് സ്റ്റാർസ്. കെൽറ്റ് 9 നമ്മുടെ സൂര്യന്റെ 3 മടങ്ങോളം വലിപ്പവും 5 മടങ്ങോളം മാസുമുണ്ട്. സൂര്യൻ പുറത്തുവിടുന്നതിന്റെ 35 മടങ്ങ് പ്രകാശമാണ് ഈ നക്ഷത്രത്തിൽ നിന്നും പുറത്തു വരുന്നത്. അതുപോലെ സൂര്യന്റെ ഇരട്ടി ഉപരിതല താപനിലയും ഈ നക്ഷത്രത്തിനുണ്ട്. 2016 ഇതിനു ചുറ്റും ഒരു ഗ്രഹം വലം വയ്ക്കുന്നതായി സ്ഥിരീകരിക്കപ്പെട്ടു. അതിന്റെ പേര് നിങ്ങൾ ഊഹിച്ചു കാണും, കെൽറ്റ് 9b. ഇത് ജൂപ്പിറ്ററിന്റെ ഇരട്ടി വലിപ്പവും 3 മടങ്ങോളം മാസമുള്ള ഒരു വാതക ഭീമൻ ഗ്രഹമാണ്. നക്ഷത്രത്തിന്റെ വളരെ സമീപത്തിലൂടെ ഏകദേശം ഒരു വൃത്താകൃതിയിലുള്ള ഓർബിറ്റിലാണ് ഇത് നക്ഷത്രത്തിന് ചുറ്റും വലം വയ്ക്കുന്നത്. സമീപത്തിൽ എന്ന് വെച്ചാൽ വെറും 51 ലക്ഷം കിലോമീറ്റേഴ്സ് ദൂരത്തിൽ. താരതമ്യേന പറഞ്ഞാൽ നമ്മുടെ മെർക്കുറി ഇതിന്റെ 10 മടങ്ങ് ദൂരത്തിലാണ് സൂര്യനിൽ നിന്നുമായിരിക്കുന്നത്. ഇതിനൊരു തവണ നക്ഷത്രത്തിന് ചുറ്റും വലം വയ്ക്കാൻ വെറും 1.5 ദിവസങ്ങൾ മതി. ഇത്രയും വലിയൊരു നക്ഷത്രത്തിന്റെ ഇത്രയും സമീപത്തിലായതിനാൽ ഈ ഗ്രഹം സ്വാഭാവികമായും ടൈഡലി ലോക്ക്ഡ് ആണ്. അതായത് ഒരു വശം എപ്പോഴും നക്ഷത്രത്തിന് നേർക്കും മറുവശം എപ്പോഴും നിരന്തരമായ ഇരുട്ടിലുമായിരിക്കും. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് കെൽറ്റ് 9bയുടെ ഉപരിതല താപനില അത്യധികം തീവ്രമാണ്. നമുക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും ഉയർന്ന മെൽറ്റിംഗ് പോയിന്റുള്ള ലോഹമാണ് ടങ്സ്റ്റൺ. ഈ ലോഹത്തിനെ ഉരുക്കണമെങ്കിൽ 3400 ഡിഗ്രി സെൽഷ്യസോളം താപനില വേണം. എന്നാൽ ഈ ലോഹം പോലും കെൽറ്റ് 9bയിൽ നിഷ്പ്രയാസം ഉരുകിപ്പോകും. കാരണം 4300 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ഇതിന്റെ ഉപരിതല താപനില.
ഓർക്കുക, റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളുടെ പരമാവധി ഉപരിതല താപനില പോലും ഇത്രയും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഈ വാതകലോകം ശരിക്കും നക്ഷത്രങ്ങളെക്കാൾ ചൂട് കൂടിയതാണ്. 4300 ഡിഗ്രി സെൽഷ്യസ് എന്നത് ഉപരിതല താപനിലയാണ്. എന്നാൽ ഇതിന്റെ മധ്യഭാഗത്തിന് ഒരുപക്ഷെ 10000 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ താപനിലയുണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നേ വരെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചൂട് കൂടിയ പ്ലാനറ്റും എക്സോ പ്ലാനറ്റും കെൽറ്റ് 9b തന്നെ. ഈ രൂക്ഷമായ ചൂട് കാരണം ഇതിന്റെ അന്തരീക്ഷത്തിൽ മീഥൈനും കാർബൺ ഡയോക്സൈഡും ജലകണികകളും അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാകില്ല. എന്തിനേറെ പറയുന്നു, ഇതിന്റെ പകൽവശത്തിൽ ഹൈഡ്രജൻ തന്മാത്രകൾ പോലും പിരിഞ്ഞു പോകും. ആ വാതകങ്ങൾ രാത്രി വശത്തിലെത്തുമ്പോൾ അത് വീണ്ടും യോജിച്ച് ഹൈഡ്രജൻ തന്മാത്രകളാകും. നമുക്കറിയാവുന്ന ഒരു തരത്തിലുമുള്ള ജീവനും ഇത്തരമൊരവസ്ഥയിൽ രൂപം കൊള്ളാനോ അതിജീവിക്കാനോ ആകില്ല. മറ്റൊരു കാര്യം, ഈ ഗ്രഹം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെന്നാൽ ഇതിന്റെ നക്ഷത്രത്തിൽ നിന്നും വമിക്കുന്ന അതിതീവ്രമായ റേഡിയേഷനും സ്റ്റെല്ലാർ വിൻഡുമൊക്കെ കാരണം അന്തരീക്ഷത്തിൽ നിന്നും വാതകങ്ങൾ പതിയെ എന്നേക്കുമായി ബഹിരാകാശത്തിലേക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ ഗ്രഹം പതിയെ ഉരുകുകയാണ്. പുറത്തേക്ക് പോകുന്ന പദാർത്ഥങ്ങൾ മുഴുവൻ നക്ഷത്രം വലിച്ചെടുക്കും. കണക്കുകൂട്ടൽ അനുസരിച്ച് 1 കോടി വർഷങ്ങൾ കൊണ്ട് ഏകദേശം ഭൂമിക്ക് തുല്യമായ അളവിലുള്ള പദാർത്ഥങ്ങളാണ് ഈ ഗ്രഹത്തിൽ നിന്നും നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ ഇനിയും ചില ശതകോടി വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഗ്രഹം പൂർണ്ണമായും ഉരുകിത്തീരും. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ ഉരുകിത്തീരുന്നതിന് മുൻപ് തന്നെ ഇത് പൂർണ്ണമായും നശിക്കും. കാരണം ഇനിയും ഏതാനും ചില ദശകോടി വർഷങ്ങൾക്കുള്ളിൽ തന്നെ കെൽറ്റ് 9 ഒരു ചുവന്ന ഭീമൻ നക്ഷത്രമാവുകയും ആ സമയത്തിൽ ഈ ഗ്രഹത്തിനെ വിഴുങ്ങുകയും ചെയ്യും. 4570 പ്രകാശവർഷങ്ങൾക്കകലെ V391 പെഗാസി b എന്നൊരു വാതക ഭീമൻ ഗ്രഹമുണ്ട്. ഇതിന്റെ വലിപ്പം എത്രയാണെന്ന് നിർണ്ണയിക്കാൻ സാധിച്ചിട്ടില്ല. ഇത് വലം വെക്കുന്നത് ശരിക്കുമുള്ള ഒരു നക്ഷത്രത്തിനെ അല്ല, മറിച്ച് നശിച്ചു പോയ ഒരു നക്ഷത്രത്തിന്റെ അവശേഷിപ്പിനെയാണ്. കൃത്യമായി പറഞ്ഞാൽ ഒരു വൈറ്റ് ഡ്വാർഫിനെ. സൂര്യന്റെ പകുതിയോളം മാസുള്ള ഈ വൈറ്റ് ഡ്വാർഫിന് സൂര്യന്റെ വെറും 23% വലിപ്പമേയുള്ളൂ. സാധാരണ വൈറ്റ് ഡ്വാർഫുകൾ തീരെ മങ്ങിയ നക്ഷത്രങ്ങളായിരിക്കും. എന്നാൽ ഇത് സൂര്യനേക്കാൾ 34 മടങ്ങോളം ശോഭയേറിയതാണ്. അതിന്റെ പ്രധാന കാരണം ഇത് വൈറ്റ് ഡ്വാർഫായി മാറിയിട്ട് അധിക കാലമായിട്ടില്ല. ഒരു നക്ഷത്രം വൈറ്റ് ഡ്വാർഫായി മാറിയ ശേഷം പല ദശകോടി വർഷങ്ങളോളം കാലം വരെ അത് ശരിക്കും ശോഭയേറിയതായിരിക്കും. ഈ നക്ഷത്രത്തിൽ നിന്നും 25 കോടി കിലോമീറ്ററുകൾക്ക് അകലെയാണ് അതിന്റെ ഗ്രഹം നിലനിൽക്കുന്നത്. അതായത് ഏകദേശം സൂര്യനിൽ നിന്നും മാർസ് നിലനിൽക്കുന്ന ദൂരം. ഇത്രയും ദൂരത്തിൽ അത് നക്ഷത്രത്തിന് ചുറ്റും ഒരു തവണ വലം വയ്ക്കാൻ 3 വർഷങ്ങളിൽ കൂടുതൽ സമയമെടുക്കും. എന്നാൽ വൈറ്റ് ഡ്വാർഫ് ആകുന്നതിന് മുന്നേ അത് നക്ഷത്രമായിരുന്ന സമയത്തിൽ ഈ വാതകലോകം ഇന്നത്തേതിനേക്കാൾ ഒരുപാട് അടുത്തായിരുന്നിരിക്കും നിലനിന്നിരുന്നത്. അതുമാത്രമല്ല, ഒരുപക്ഷെ വേറെയും നിരവധി ലോകങ്ങൾ ഇതിനു ചുറ്റും അന്ന് വലം വെച്ചിരുന്നിരിക്കാം. എന്നാൽ ചുവന്ന ഭീമൻ നക്ഷത്രമായി മാറുന്ന സമയത്തിൽ ആ ലോകങ്ങളെയെല്ലാം ഇത് വിഴുങ്ങിയിട്ടുണ്ടാകും. അതുപോലെ ഈ വാതക ഭീമൻ ഗ്രഹത്തിനെയും റെഡ് ജെയിന്റ് വിഴുങ്ങാൻ ശ്രമിച്ചതാണ്. പല ലക്ഷം വർഷങ്ങളോളം കാലം ഈ ഗ്രഹം റെഡ് ജെയിന്റിന്റെ ഉള്ളിലായിരുന്നു. ആ സമയം ഗ്രഹം പതിയെ ഉരുകി തീർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഗ്രഹം പൂർണ്ണമായും ഉരുകി തീരുന്നതിന് മുന്നേ നക്ഷത്രത്തിന്റെ റെഡ് ജെയിന്റ് ഘട്ടം അവസാനിക്കുകയും അതൊരു വൈറ്റ് ഡ്വാർഫായി മാറുകയും ചെയ്തു. അപ്പോൾ V391 പെഗാസി b നക്ഷത്രത്തിന്റെ ഉള്ളിൽ പോയ ശേഷം രക്ഷപ്പെട്ടു വന്ന ഒരു ലോകമാണ്. ഉള്ളിലാകുന്നതിന് മുന്നേ ഇതിന് ജൂപ്പിറ്ററിന്റെ ഒരുപാട് മടങ്ങ് വലിപ്പവും മാസും ഉണ്ടായിരുന്നിരിക്കും. എന്നാൽ നക്ഷത്രത്തിൽ നിന്നും പുറത്തു കടന്നപ്പോഴേക്കും നല്ലൊരു ശതമാനം മാസും നഷ്ടമായി. എന്നിരുന്നാലും ഇപ്പോഴും ഇതിന് ജൂപ്പിറ്ററിന്റെ 3.5 മടങ്ങോളം മാസുണ്ട്. ഒരുപക്ഷെ ഇത് പണ്ടൊരു ബ്രൗൺ ഡ്വാർഫ് ആയിരുന്നോ എന്നും സംശയമുണ്ട്. നക്ഷത്രങ്ങളെന്നും ഗ്രഹങ്ങളെന്നും പറയാൻ കഴിയാത്ത വസ്തുക്കളാണ് ബ്രൗൺ ഡ്വാർഫുകൾ. ഇത്തരം വസ്തുക്കളുടെ മാസും ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ടായിരിക്കും നക്ഷത്രത്തിന്റെ ഉള്ളിൽ ഒരുപാട് കാലം ചിലവഴിച്ചിട്ടും ഒരുപാട് പദാർത്ഥങ്ങൾ ഉരുകി നഷ്ടമായിട്ടും ഇന്നും ഇതിന് ഇത്രയേറെ മാസ് ഉള്ളത്. 1750 പ്രകാശവർഷങ്ങൾക്കകലെ കെപ്ലർ 36 എന്നൊരു നക്ഷത്രമുണ്ട്. അതിന് സൂര്യന്റെ 60% കൂടുതൽ വലിപ്പമുണ്ട്. എന്നിരുന്നാലും ബാക്കി സവിശേഷതകളൊക്കെ ഏതാണ്ട് നമ്മുടെ സൂര്യന് സമാനമാണ്. ഇതിനു ചുറ്റും 2 ഗ്രഹങ്ങൾ വലം വയ്ക്കുന്നുണ്ട്, കെപ്ലർ 36bയും സിയും. കെപ്ലർ 36b ഒരു റോക്കി പ്ലാനറ്റ് ആണ്. അതിന് നമ്മുടെ ഭൂമിയുടെ 1.5 മടങ്ങോളം വലിപ്പവും 4 മടങ്ങോളം മാസമുണ്ട്. രണ്ടാമത്തേത് ഒരു വാതക ലോകമാണ്. ഈ 2 ഗ്രഹങ്ങളും നക്ഷത്രത്തിന്റെ ഒരുപാട് അടുത്താണ്. നക്ഷത്രത്തിൽ നിന്നും ശരാശരി വെറും 172 ലക്ഷം കിലോമീറ്റേഴ്സ് ദൂരത്തിലാണ് റോക്കി പ്ലാനറ്റ് നിലനിൽക്കുന്നത്. വാതക ലോകമാണെങ്കിൽ വെറും 191 ലക്ഷം കിലോമീറ്റേഴ്സ് ദൂരത്തിലും.
ആകെ 14 ദിവസങ്ങൾ കൊണ്ടാണ് റോക്കി പ്ലാനറ്റ് ഒരു തവണ നക്ഷത്രത്തിനെ വലം വയ്ക്കുന്നത്. വാതക ലോകമാണെങ്കിൽ വെറും 16 ദിവസങ്ങൾ കൊണ്ട്. ഇത്രയും വേഗത്തിൽ വലം വയ്ക്കുന്നതിനിടയിൽ ഓരോ 97 ദിവസങ്ങൾ കൂടുമ്പോഴും ഈ രണ്ട് ഗ്രഹങ്ങളുടെയും ഓർബിറ്റ് തമ്മിൽ വളരെ സമീപത്തിലെത്തും. ആ സമയത്തിൽ ഈ ഗ്രഹങ്ങൾക്കിടയിലെ ദൂരമെന്നത് വെറും 19 ലക്ഷം കിലോമീറ്റേഴ്സ് മാത്രമായിരിക്കും. ഓർക്കുക, വീനസിൽ നിന്നും ഭൂമി വരെയുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം പോലും ഇതിന്റെ 20 മടങ്ങാണ്. ഇത്രയും സമീപത്തിലെത്തുമ്പോൾ അവയുടെ പരസ്പരമുള്ള ഗ്രാവിറ്റി കാരണം രണ്ട് ലോകങ്ങളിലും വലിയ ആഘാതങ്ങൾ ഉണ്ടാകും. കണക്കുകൂട്ടൽ അനുസരിച്ച് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഗ്രാവിറ്റിയുടെ 13 മടങ്ങ് ശക്തമായ ഗ്രാവിറ്റി ആയിരിക്കും ആ സമയത്തിൽ രണ്ട് ഗ്രഹങ്ങൾ തമ്മിലും അനുഭവപ്പെടുന്നത്. ഈ തീവ്രമായ ഗ്രാവിറ്റിയുടെ പ്രകമ്പനം കൊണ്ട് റോക്കി പ്ലാനറ്റിൽ അതിഗംഭീരമായ ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാകും. നമ്മുടെ ഭൂമിയുടെ ചരിത്രത്തിലെ ഒരു ഭൂമി കുലുക്കവുമായിട്ടും ഇതിനെ നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല. അത്രയേറെ ശക്തമായിരിക്കും ഇത്. ഈ ഗ്രഹത്തിനും ഭൂമിയെ പോലെ ടെക്ടോണിക് പ്ലേറ്റുകൾ ഉണ്ടെങ്കിൽ ഭൂമി കുലുക്കത്തിന്റെ ആധിക്യത്തിൽ ആ ടെക്ടോണിക് പ്ലേറ്റ്സ് പോലും പിളർന്നു പോകും. അനന്തരഫലമായി അതിഭയാനകമായ വലിയ അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളും ഉണ്ടാകും. വളരെ ചുരുങ്ങിയ ഇടവേളകളിൽ ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നതിനാൽ റോക്കി പ്ലാനറ്റിന്റെ ഉപരിതലം എപ്പോഴും വളരെ ആക്റ്റീവ് ആയിരിക്കും. അതായത് ഉപരിതലം എപ്പോഴും തിളച്ചു മറിയുന്ന ലാവാ ദ്രാവകം കൊണ്ട് നിറഞ്ഞു കിടക്കും. 750 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും ഇവിടുത്തെ ശരാശരി ഉപരിതല താപനില. അതിനു പുറമെ നക്ഷത്രത്തിന്റെ വളരെ അടുത്തായതിനാൽ അതിൽ നിന്നുമുള്ള അതിശക്തമായ റേഡിയേഷനും എപ്പോഴും ഇതിന്റെ ഉപരിതലത്തിൽ വന്ന് പതിച്ചുകൊണ്ടിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ റോക്കി പ്ലാനറ്റ് ശരിക്കും ഒരു നരക ലോകം തന്നെയാണ്. രണ്ട് ഗ്രഹങ്ങളും ഇത്രയേറെ സമീപത്തിലായിരുന്നാൽ അവയുടെ ഓർബിറ്റിൽ എപ്പോഴും കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നിഗമനമനുസരിച്ച് ഇനിയും ഏതാനും ചില കോടി വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കും.